നമ്മൾ ജീവിതത്തിൻ്റെ കളിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നമുക്ക് വിജയിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? നമ്മുടെ ഏജാണോ? അല്ല. നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് ആണോ? കുറച്ചൊക്കെ. നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണോ? അതും കുറച്ചൊക്കെ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത് എന്താണ്? വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്? അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഇറ്റ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്. കാരണം നമുക്ക് ഏജിനെ കുറ്റം പറയാം, നമുക്ക് സിറ്റുവേഷൻസിനെ കുറ്റം പറയാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറ്റം പറയാം. ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് ലക്കില്ല എന്ന് പോലും നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പറയാൻ പറ്റുമായിരുന്നു. നിങ്ങളിന്ന് നോക്കിക്കാണുന്ന, നിങ്ങളിന്ന് ആരാധിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതെല്ലാം പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതെല്ലാം എക്സ്ക്യൂസസ് ആണ്. ഈ എക്സ്ക്യൂസുകൾ നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. നമുക്ക് ചുറ്റുമുള്ളതിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് സെറ്റ് അതെപ്പോഴും നമ്മുടെ കയ്യിലാണ്. നിങ്ങൾ ഈ വിജയിച്ചു എന്ന് പറയുന്നവർക്ക്, നിങ്ങൾ ഉറ്റുനോക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ അവരതിനെ ഫേസ് ചെയ്തത് മറ്റൊരു രീതിയിലായിരുന്നു. അവരാ പ്രശ്നങ്ങളെ കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. നിങ്ങൾ കാണുന്നത് പോലെ അത് നിരാശപ്പെടുത്താനുള്ള ഒരു കാരണമായിട്ടല്ല അവർ കണ്ടത്. ദാറ്റ് ഈസ് വെയർ യു ഹാവ് ടു ചേഞ്ച്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മളെ തോൽപ്പിക്കാൻ, അത് നമ്മളെ നിരാശപ്പെടുത്താൻ, അത് നമ്മൾക്ക് മാറി നിൽക്കാൻ ഒരു കാരണമായിട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അതിന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടോ? നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഈ പ്രശ്നങ്ങളോടെല്ലാം, ഈ ആളുകളോടെല്ലാം നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതെ, ബാക്കി എല്ലാത്തിനേക്കാളും നമ്മുടെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെങ്ങനെ സംഭവങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെസം ഫൗസി പറയുന്നുണ്ട്, സ്ട്രെങ്തൻ യുവർ മൈൻഡ്, ട്രെയിൻ ഇറ്റ് ഹാർഡ്. എ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഈസ് ദ കീ ടു ലിവിങ് ദ ലൈഫ് യു വാണ്ട്. ഇനി മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ജന്മന കിട്ടുന്നതാണ് എന്ന് വിചാരിക്കരുത്. അതൊരു ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് സമയമെടുത്ത്, എഫോർട്ട് എടുത്ത് നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു പോരാളി, അദ്ദേഹം ഒരുപാട് നാൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നല്ല ഉറച്ച ശരീരവും നല്ല കരുത്തുള്ള കൈകളുമായി അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഡിസിപ്ലിൻഡ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്കൊരു കാര്യം പോലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ മൈൻഡ് സെറ്റിനെ ഫോം ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യത്തെയും നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. ബിക്കോസ് നത്തിങ് ഇൻ ലൈഫ് ഈസ് സ്മോൾ. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്, മൈൻഡ് സെറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ലെറ്റ് മീ ടെൽ യു അഗെയിൻ, the biggest factor is your mindset, and it is there you must put effort to build. ശരിക്കും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിന് എക്സസൈസ് ചെയ്യുന്നു, അത് എത്രത്തോളം ശക്തി ഉണ്ടാവും, അത്രത്തോളം അത് വലുതാവാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ മൈൻഡ് സെറ്റുകൾക്കുള്ളിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇപ്പം മൂടിൻ്റെ, അത് നാളെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം. നമ്മൾ തിരിച്ച് പറയണം, അതിപ്പോൾ ചെയ്യണം, അതിപ്പോൾ തീർക്കണം, നാളെ എനിക്ക് അടുത്ത പരിപാടി ചെയ്യാനുണ്ട്. നമ്മുടെ മനസ്സ് വന്നിട്ട് പറയും, ഇപ്പോൾ ഒരു മടിയാണ്, ഇപ്പോൾ ഒരു ലേസിനെസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പറയണം, ടു വർക്ക്. അത് ഡീഫോക്കസ്ഡ് ആയിട്ട് പല കാര്യങ്ങളിലേക്ക് തലയിടാനും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാനും തുടങ്ങുമ്പോൾ നമ്മൾ പറയണം, ഫോക്കസ്, ദിസ് ഈസ് യുവർ വാല്യൂബിൾ ടൈം. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഡേ ആഫ്റ്റർ ഡേ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാറാൻ തുടങ്ങും. ഈ ട്രെയിനിങ് ആണ് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിന് കൊടുക്കേണ്ടത്. ഈ ട്രെയിനിങ് ആണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതും നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നത്. അതെ, വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്, it is not your age, it is not your situations, it is not your circumstances. എല്ലാ മാറ്റവും ഉണ്ടാക്കുന്നത്, എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് മൈൻഡ് സെറ്റാണ്. Once your mindset changes, everything on the outside will change along with it.